സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസ് ലോങ് ആസ് എന്നുള്ളതിനെ പറ്റിയാണ്. ആസ് ലോങ് ആസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു നിബന്ധന വെച്ച് പറയുകയാണ്. നീ ഇപ്പോൾ എൻ്റെ നന്നായിട്ട് വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ വണ്ടി എടുത്തോ. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ വണ്ടിയിൽ നിന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കും. നമ്മൾ അങ്ങനെ ചിലപ്പോൾ ഒരു ഉത്തരം പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അപ്പോഴൊരു കണ്ടീഷൻ വെച്ചാണ്, ഒരു നിബന്ധന വെച്ച് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്തോ എന്നുള്ള പറയാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ആസ് ലോങ് ആസ് എന്നുള്ള ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇതിൻ്റെ മറ്റ് ചില വാക്കുകൾ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന മറ്റ് ചില വാക്കുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരേ അർത്ഥം വരുന്നതാണ് പ്രൊവൈഡഡ് അല്ലെങ്കിൽ പ്രൊവൈഡഡ് ദാറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ പ്രൊവൈഡഡ്, ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചാണ് മാറി മാറിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. അതല്ല എങ്കിൽ ഈഫ് എന്നുള്ളത് നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈഫ് ഒരു കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഇതിന് പകരമായിട്ട് ഈ ആസ് ലോങ് ആസിന് പകരമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ചില ഉദാഹരണങ്ങൾ. യു ക്യാൻ ടേക്ക് മൈ ബൈക്ക് ആസ് ലോങ് ആസ് യു റൈഡ് ഇറ്റ് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ, നിനക്ക് എൻ്റെ വണ്ടി എടുക്കാം എപ്പോഴും നീ അത് നന്നായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ വണ്ടി എടുത്തോ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. യു ക്യാൻ ടേക്ക് മൈ, നിനക്ക് എൻ്റെ വണ്ടി എടുക്കാം ആസ് ലോങ് ആസ് യു റൈഡ് ഇറ്റ് കെയർഫുള്ളി. ഇനി മറ്റൊന്ന്, യു ക്യാൻ ടേക്ക് മൈ ബൈക്ക് ഇഫ് യു റൈഡ് ഇറ്റ് കെയർഫുള്ളി. സെയിം മീനിങ് ആണ് അതിന് വന്നിരിക്കുന്നത്. അതപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ഈഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റ് ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം. യു വിൽ ലേൺ ഇംഗ്ലീഷ് ആസ് ലോങ് ആസ് യു സ്റ്റഡി റിയലി ഹാർഡ്. അത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കും. ഓക്കെ, യു വിൽ ലേൺ ഇംഗ്ലീഷ് ആസ് ലോങ് ആസ് യു സ്റ്റഡി റിയലി ഹാർഡ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വളരെ പരിശ്രമിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും. ഓക്കെ, മറ്റൊരു ഉദാഹരണം, യു വിൽ ലേൺ ഇംഗ്ലീഷ് പ്രൊവൈഡഡ് യു സ്റ്റഡി റിയലി ഹാർഡ് എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള അർത്ഥം തന്നെയാണ് അതിനും വരുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും എന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി മറ്റൊന്ന്, യു വിൽ ലേൺ ഇംഗ്ലീഷ് ഇഫ് യു സ്റ്റഡി റിയലി ഹാർഡ്. ഇഫ് യു സ്റ്റഡി റിയലി ഹാർഡ്, അപ്പോഴവിടെ ഈഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പല ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പ്രൊവൈഡഡ് ദാറ്റ് എന്നുള്ളതിന് ഉദാഹരണം, ഐ വിൽ ഗോ ബൈ കാർ പ്രൊവൈഡഡ് ദാറ്റ് ഐ ഹാവ് സംവെയർ ടു പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കാറിൽ പോകും. പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെ, ഐ ഹാവ് സംവെയർ ടു പാർക്ക് ചെയ്യാൻ ഏതൊരു സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പോകും, ഐ ഗോ ബൈ കാർ, ഐ ലൈക്ക് ടു ഗോ ബൈ കാർ. എനിക്ക് കാറിൽ പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എനിക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സെഷൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അൺലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.